ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ. നെടുമങ്ങാട് ഭരണമുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ ശങ്കരൻ നായർ തന്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ മുന്നണിയിലെ ശ്രീ ഉമ്മർ കോയയേക്കാൾ 17,612 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അയാളും ജയിക്കും. ഗുരുവായൂരപ്പ, ഇതിനെയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും? 40 മുൻമന്ത്രിമാരും ജയിച്ചു. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ വരുന്നൊരാള്. നമസ്കാരം. കൺഗ്രാചുലേഷൻസ്. താങ്ക്സ്. കഷ്ടിച്ചാങ്ങി കയറി പോകുന്നത് 110 വോട്ടിന്റെ ഭൂരിപക്ഷം. അറിഞ്ഞു. ആദ്യം എടുത്തുപോയി. പിന്നെ എന്റെ പഴയ ഗ്രാമവികസനം തന്നെ ഇങ്ങ് തന്നേക്കണം. ഞാനിപ്പോ എന്ത് ചെയ്യും? ഇത്രയും പേര് ജയിക്കുമെന്ന് ആരോർത്തു? എന്ത് സംഭവിച്ചാലും എനിക്കാ കടക്കപ്രതിയില്ലാത്തത്. തോറ്റാ ഹൈക്കമാൻഡിന്റെ തെറി. ഇനി ജയിച്ചാലോ എല്ലാവർക്കും മന്ത്രിമാരാവണം. താൻ കുറെ വികസിപ്പിച്ചതല്ലേ ഗ്രാമം. ഇനി മതി, നിർത്ത്. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാത്ത വർത്തമാനം പറയരുത്. എടോ കള്ളുമുല്ലാളി, തനിക്കെന്താണോ ഇവിടെ കാര്യം? ഇയാൾ ഒരുത്തനാണ് നേതാവിനെ ചീത്തയാക്കുന്നത്. ഇയാൾ ഇറങ്ങി പോകാൻ പറ. നീ ആരോടാ പറയാൻ? നിനക്കറിയണോ? എന്താ ഗോപാലപിള്ളേ, നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഗോപാലപിള്ളേ ഒന്ന് അടങ്ങ്. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാനാ പറയുന്നത്. അയ്യോ, അവരാച്ചാലും എത്തി. ഇയാളൊക്കെ എങ്ങനെ ജയിച്ചു വന്നു എന്റെ ദൈവമേ. ലക്ഷം പിന്നാലെ എത്തിപ്പോയി യുവരക്തത്തിൻ നേതാവ്. യുവരക്തത്തിൻ നേതാവേ, ലക്ഷം പിന്നാലെ. ഇതെവിടെയാ? മുഖ്യമന്ത്രിയുടെ വീടാ. എന്നെ എന്തോത്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെന്ന് ജയിച്ചു, മന്ത്രിയാകണ്ടേ? മന്ത്രിയാകണ്ടേന്ന്. എനിക്കൊന്ന് മുള്ളണം. ബെഡ് പാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ബാബു പിടിച്ചിറക്ക. മഹി, വണ്ടിയുടെ സ്പീഡ് കൊണ്ട് നേരം വെളുത്ത് ഇറങ്ങില്ല. വേഗം പോവാ, അല്ലെ വേറെ വല്ലരെ ആക്കും. ഓട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം? I, Mahindra Varma Ilayaraja, do swear in the name of God do swear in the name of God that I will solemnly execute the functions of the minister and will serve, protect and defend the Constitution and law to the best of my ability, and that I will devote myself to the service and well-being of the people of ഇനി 5 വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട. പക്ഷേ 140 MLA-മാരെ പേടിക്കണം. ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം. 1 വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും. നീ ഒരു പുതുമുഖമായിട്ടും നിനക്ക് ആഭ്യന്തരം അയാൾ തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പൂടേക്ക് ഭരിക്കാനാണ്. ആദ്യമൊക്കെ കുറെ വഴി കൊടുത്തോളൂ. പക്ഷേ 2 മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം. അതത്ര എളുപ്പമല്ല. 3 കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മിട്ടുക്കന്മാരാണ് നിന്റെ കൂടെയുള്ള 140 MLA-മാർ. അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം, കുറച്ചേറെ പണവും വേണം. ആ പണം നീ ഉണ്ടാക്കണം. എങ്ങനെ, എവിടെ നിന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ. അറിയാം. നീ നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത്.
ആരോമലും ബാബുവും അതിന് പറ്റും. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് MLA വന്ന് എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുത്തേക്കണം. നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർക്ക് പണവും കൊടുക്കണം. ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത്. ചുരുങ്ങിയത് 20 MLA-മാരെങ്കിലും കയ്യിൽ വരുന്നത് വരെ. 20 MLA-മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ വള്ളം മുക്കാനും പൊക്കാനും കഴിവുള്ളവനാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും. പിന്നെ അവരുടെ വകുപ്പിലും നിന്നെ കൈയിട്ട് വരാം. തൽക്കാലം മുഖ്യമന്ത്രി ഒന്നും അറിയരുത്. ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ നീ ഭാവിച്ചേക്കണം. ശരി. IG, ഹോം സെക്രട്ടറി, PA ഇവരെല്ലാം നിന്റെ വിശ്വസ്തരായിരിക്കണം. ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിസ്റ്റർ നമ്പ്യാരെ കണ്ടു. അയാളുടെ മകൾക്ക് നിന്റെ PA അയാൾ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. ആലോചിച്ച് വേണ്ടത് ചെയ്യൂ. ഐ ആം നമ്പ്യാർ, ഫൈനാൻസ് സെക്രട്ടറി. ഇരിക്കൂ. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ നമ്പുരാൻ പറഞ്ഞു. സോറി മിസ്റ്റർ നമ്പ്യാർ, ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ. ആർക്കാണ്? നിങ്ങൾ അറിയില്ല. ഇനിയും അവസരങ്ങൾ വരുമല്ലോ, അപ്പോൾ പരിഗണിക്കാം. ശരി, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ. വി ആർ ഫ്രണ്ട്സ്. ധനകാര്യവും ആഭ്യന്തരവും ഒരമ്മപറ്റ മക്കളാണ്. അയ്യോ, അതെന്താ സാർ അങ്ങനെ പറയുന്നത്? സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു. മറ്റു മന്ത്രിമാരെ ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല. സാറിനെ പോലെ അരിസ്റ്റോക്രസി ഉള്ള ഒരാളാകുമ്പോ. ഓക്കെ സമയം പോലെ ഞാൻ വരാം. ശരി സർ. സി മിസ്റ്റർ നമ്പ്യാർ, എന്നെ സാറെന്ന് വിളിക്കരുത്. യു കോൾ മീ തമ്പുരാൻ. ശരി തമ്പുരാൻ. ഓക്കെ, യു ക്യാൻ ഗോ. ഞാൻ പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. അയാളുടെ PA ആയിരിക്കുന്നതിലും ഭേദം അവര് രാജാക്കന്മാരായിരുന്ന കാലത്തെ നമ്മളെ പിഴിഞ്ഞു. ഇന്ന് ജനകീയ ഭരണം വന്നിട്ടും എന്താ കാര്യം? നീ പോണ്ട മോളെ, എന്താ ഉണ്ടാവാന്നറിയാലോ. പോയില്ലെങ്കിൽ ജോലി പോകും. സ്പെഷ്യൽ ഓർഡർ വാങ്ങിയാണ് മഹി അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഒക്കെ അവന്റെ ഒരു പിള്ളേര് കളിയാ. ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ. സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാലെന്താ? തന്നെയുമല്ല, ഞങ്ങൾ ആ പട്ടയ സമരം തുടങ്ങാൻ പോവുക. അധികാരസ്ഥാനത്തിനടുത്ത് നമ്മുടെ ഒരാളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നല്ലതാ. തീരെ വയ്യാൻ തോന്നുമ്പോ പോരെ. ഇലക്ഷനിൽ നമ്മളെ എതിർത്തതിന്റെ വാശിയാണോ അയാൾക്ക്? അയാളൊരു വല്ലാത്ത മനുഷ്യനാണ്. നീ എന്താടി എന്നാ ബൂത്തിലിരുന്ന് പറഞ്ഞത്? ചാരായ കുപ്പിക്ക് വോട്ടില്ലെന്നോ? നീയൊക്കെ അങ്ങ് അഴിഞ്ഞാടിയാ ഞാനങ്ങ് തോറ്റുവെന്ന് വിചാരിച്ചല്ലടി ചൂലേ. മഹി, നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കും. ഓ പിന്നെ ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോകും? നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാൻ ഇവിടെ പണിയിക്കും. ആഹാ, ആഭ്യന്തരമന്ത്രിയോടാണോ കളി? എടീ, നിൽക്കാൻ. ലക്ഷ്മി, വിളിക്കാൻ. അവിടെ നിൽക്കാൻ. രാജിക്കത്ത് എഴുതി എങ്ങാനും ഇവിടെ വരും, നിന്റെ കുടുംബം ഞങ്ങൾ കൊണ്ടുവന്നോട്ടു. ആഹാ, നീ എന്ത് വിചാരിച്ചടി? രാജിവെക്കൂ.